കേരളം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോട് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് മലമ്പുഴയിൽ നിന്നുള്ള വാർത്തയാണ്. മലമ്പുഴയിൽ നിന്നുള്ള വാർത്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 15 വർഷത്തോളം സഖാവ് വി.എസ്. അച്യുതാനന്ദന്റെ നിഴലായി നടന്ന എസ് സുരേഷ് UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. നമുക്കറിയാം മലമ്പുഴയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനോട് കൂടുതൽ ഒപ്പം നിന്നിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണത്. അപ്പം ഈ 2001 മുതൽ 2021 വരെ വി.എസ്. അച്യുതാനന്ദൻ പ്രതികരിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണത്. ആ ഒരു മണ്ഡലത്തിലേക്ക് സുരേഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചർച്ച സജീവമായിരിക്കുന്നത്. എന്താണ് ഇതിനെ കുറിച്ച് തോന്നുന്നത്? UDFന്റെ ഇപ്പം എനിക്കൊന്ന് നമ്മളിപ്പം പറഞ്ഞ കനകോലുവിന്റെ ഫാക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് ഒരാളെ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യാന്നുള്ളത്. കാരണം മറ്റൊരാളെ വെച്ചിട്ട് അവിടെ UDFന് വലിയൊരു മത്സരത്തിന് സാധ്യതയില്ല. കഴിഞ്ഞ 2 തവണ 2016-ലും 2021-ലും പിന്നെ 2016-ലും അവിടെ BJP ആണ് രണ്ടാമത്തേത്. കോൺഗ്രസ് UDF മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട മണ്ഡലമാണല്ലോ. അപ്പോൾ അവിടെ ഒരു തിരിച്ചറിവ് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഇടത് വോട്ടുകൾ കൂടി അല്ലെങ്കിൽ നിഷ്പക്ഷ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ പറ്റുന്ന ഒരാൾ വേണമെന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഓപ്ഷനായിട്ട് അവർ കണ്ടത് സുരേഷിനെയാണ്, VSന്റെ മുൻ PA. പക്ഷെ അതിൽ വരുന്നൊരു ഫാക്ടർ പറഞ്ഞാൽ സുരേഷിന് എന്തായാലും CPM വിരുദ്ധ വോട്ടുകൾ, CPMനുള്ളിൽ തന്നെയുള്ളൊരു പാർട്ടി വിരുദ്ധ വോട്ടുകളുടെ ഒരു ഇതുണ്ട്, അത് കിട്ടും. CPM വിരുദ്ധ വോട്ടുകൾ ലഭിക്കും. നിഷ്പക്ഷ വോട്ടുകൾ എത്രത്തോളം അദ്ദേഹത്തിന് നേടാൻ പറ്റുന്നതാണ് അതിലാണ് ഇനി കണ്ടറിയേണ്ടത്. അതുകൂടി വരുമ്പോൾ ഈ മണ്ഡലം എന്തായാലും ചർച്ചയാവുന്നുള്ള സംശയമില്ല. ഇപ്പം കൃഷിനെ പറഞ്ഞാൽ തന്നെ VSന്റെ നേടായിരുന്നു സുരേഷ്. നമ്മൾക്കറിയാം അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് 12 വർഷത്തോളമായി. അതുവരെ നമ്മൾ കാണും VSന്റെ മുഖ്യമന്ത്രിയായിട്ടും പ്രതിപക്ഷ നേതാവായിട്ടും തുടങ്ങിയ കാലത്തെല്ലാം നമ്മൾ കാണുമ്പോൾ കൂടെയുള്ള ഒരു മുഖമാണ് ആ സുരേഷിന്റെ മുഖം, എല്ലാവർക്കും അറിയുന്നതാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ മുഖമായിട്ട് അല്ലെങ്കിൽ സാധാരണക്കാർക്കായാലും VSനെ ആരാധിക്കുന്ന CPM അങ്ങനെ ആരാധന എന്നൊരു സാധനം ഇല്ലെങ്കിൽ കൂടി VSനെ ആരാധിക്കുക തന്നെയായിരുന്നു ഒരു വിഭാഗം ഇപ്പോഴും സാധാരണക്കാരായ ജനങ്ങൾ. അവരെല്ലാം കാണുമ്പോൾ VSനൊപ്പം നടന്ന ഒരാളാണ്, VSന്റെ കൂടെയുള്ള ഒരാളാണ്. അപ്പം ആ ഒരു ഫാക്ടർ അത് ഇവിടെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. അത് വളരെ തന്ത്രപരമായ ഒരു നീക്കായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു ഇതിലേക്ക് അവർ എത്തില്ല. പക്ഷെ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ഘടകമാണ്. കാരണം ഈ മലമ്പുഴ എന്ന മണ്ഡലം ഇപ്പം പറഞ്ഞാൽ തന്നെ 1967 തൊട്ട് CPM മാത്രം വിജയിപ്പിച്ചൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലെ ഇങ്ങനെ ഒരു CPMൽ നിന്ന് ഒരാൾ അടർത്തിക്കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക എന്നുള്ളത് മറ്റു വഴി അവർക്ക് മുന്നിലില്ല. പക്ഷെ അത് വിജയിക്കുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. നമ്മളിപ്പം പറഞ്ഞല്ലോ CPMൽ നിന്ന് തന്നെ ഒരാളെ അടർത്തിക്കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചാൽ അത് ജയിക്കുമോ നമുക്കറിയില്ല. പക്ഷെ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം വോട്ടുകൾ, ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ചിതറാനുള്ള ഒരു സാധ്യത നമ്മൾ അവിടെ മുൻകൂട്ടി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട്. CPMന്റെ വോട്ടുകളിൽ യാതൊരു ഇതും സംഭവിക്കില്ല. കാരണം അത് അവർ കാണുന്ന മറ്റൊരു കണ്ണിലായിരിക്കും. ഇപ്പോൾ VS അച്യുതാനന്ദൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സുരേഷിനെ തല്ലി ഓടിക്കുന്നവർ പറയും. കാരണം CPMന്റെ VSന്റെ ഒരു നിലപാട്, VS പാർട്ടിക്കുള്ളിൽ ഏറ്റവും കൂടുതൽ കലഹിച്ച ആളാണ്, പാർട്ടിയിൽ തിരുത്തൽ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ പാർട്ടി നേതൃത്വം ശബ്ദിച്ച ആളാണ്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹം പാർട്ടിക്ക് എതിരെ നിന്നിട്ട് നമ്മൾ പറയുമ്പം ഒരു 2 പക്ഷം ഉണ്ടായിരുന്നു പറയാം, പിണറായി പക്ഷവും VS പക്ഷവും. അപ്പം പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നത് കൊണ്ട് തന്നെ പിണറായി പക്ഷം പാർട്ടിക്കെതിരെ എന്നുള്ളൊരു പ്രതീതി ഉണ്ടായും കൂടി VS എന്നൊരു കമ്മ്യൂണിസ്റ്റ് CPMനെതിരെ നിന്നിട്ടില്ല. അപ്പം VSന്റെ നീളായിരുന്ന സുരേഷ് ഇപ്പം അവിടെ വന്ന് മത്സരിക്കണം. VS ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സുരേഷിനെ തല്ലി ഓടിക്കുമെന്നേ പാർട്ടിക്കാർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നിഷ്പക്ഷ അങ്ങനെ കരുതും. പാർട്ടിക്കാരിൽ നിന്ന് യാതൊരു ഇതും ഉണ്ടാവില്ല. CPMന്റെ കേഡർ വോട്ടുകൾ ഒരാൾക്ക് സംഭവിക്കില്ല. പക്ഷേ ഈ പറയുന്നത് ഇങ്ങനെ ഒരു ഫീൽ അവിടെ വന്നു കഴിഞ്ഞാൽ സുരേഷിന് വലിയ വോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എങ്കിൽ കൂടി ഇപ്പം കഴിഞ്ഞ 2 തവണയായിട്ട് BJP കുത്തുന്നത് CPMന്റെ വോട്ടുകൾ, CPMന്റെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ BJPയിലേക്ക് പോകുന്നുള്ളൂ. അത് തിരിച്ചു പിടിക്കാൻ അല്ലെങ്കിൽ സുരേഷ് വരുമ്പോൾ കോൺഗ്രസിന് സാധ്യത ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു മണ്ഡലത്തിൽ മാറ്റം വരട്ടെ എന്ന് കരുതി കഴിഞ്ഞാൽ ചിലപ്പോൾ സുരേഷിന് കുറച്ച് വോട്ടുകൾ ലഭിച്ചേക്കാം. അല്ലാതെ വലിയൊരു അടിയൊഴുക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അത് നമ്മളിപ്പം മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയം തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. പക്ഷെ നമുക്കറിയാം അവിടെ BJPക്ക് 2ാം സ്ഥാനമുണ്ട്. അപ്പം ഈ സുരേഷ് മത്സരിച്ച് കഴിഞ്ഞാൽ, UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷം ആരെ കളത്തിലിറക്കും, BJP ആരെ കളത്തിലിറക്കും എന്നതൊരു വലിയ ചർച്ചയാണ്. VS അച്യുതാനന്ദന് കിട്ടിയ വോട്ടുകളുണ്ട്, VS അച്യുതാനന്ദനെ ചേർത്ത് പിടിച്ചൊരു മണ്ഡലമാണ് എന്നൊക്കെ പറയുമ്പോഴും BJP 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് എന്നൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമുക്ക് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവിടെ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്താൻ പറ്റില്ല. VS അച്യുതാനന്ദന്റെ മകൻ മത്സരിക്കും, അനിൽകുമാർ മത്സരിക്കും എന്നൊക്കെ ഉള്ളൊരു വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനത്തെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ആ വാർത്തകൾ വരുമ്പോൾ ഒരു ക്രൗഡ് പുള്ളർ ആണോ VS അച്യുതാനന്ദന്റെ മകൻ എന്നുള്ള ഒരു ചർച്ചയ്ക്ക് വലിയൊരു പ്രസക്തി ഉണ്ട്. അപ്പൊ ആരെ ഇറക്കി ഇടതുപക്ഷം ആ മണ്ഡലം നിലനിർത്തും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ ഇപ്പൊ സുരേഷും മത്സരിച്ചാൽ CPM VS ഉണ്ടായിരുന്നെങ്കിൽ തല്ലി ഓടിച്ച പറഞ്ഞാൽ VS ഉണ്ടായിരുന്നെങ്കിൽ VSന്റെ മകൻ മത്സരിക്കും. ഒരു മക്കൾ രാഷ്ട്രീയത്തിനോട് അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്ന് ചർച്ച വരും. VSന്റെ മകൻ സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയുണ്ട്, ഇല്ലാന്നും പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ അതിൽ ഏറ്റവും വലിയ പ്രധാനം VSന്റെ മകൻ മത്സരിക്കുകയാണെങ്കിൽ താൻ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഒരു ചിന്ത കൂടി വേണമെന്ന് സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അതായത് VSന്റെ മകനെതിരെ ഞാൻ മത്സരിക്കില്ല എന്നൊരു ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞു UDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി
മത്സരിക്കും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് അരുൺകുമാർ, അതായത് VSന്റെ മകൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ മത്സരിക്കില്ല, അല്ലെങ്കിൽ എനിക്കത് ഒന്നും കൂടി ചിന്തിക്കണം, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ലാണ്. അവിടെ തന്നെ ക്ലാഷ് വന്നിട്ടുണ്ട്. പിന്നെ VSന്റെ മകനെ എന്തായാലും പാർട്ടി സ്ഥാനാർത്ഥിയാക്കുന്നുള്ളത് രണ്ടാമത്തെ ഘടകമാണ്. കാരണം നിലവിലെ MLA പ്രഭാകരൻ അദ്ദേഹം മികച്ച രീതിയിലുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ VSന്റെ നേളായിട്ട് VS നമ്മൾ പറഞ്ഞല്ലോ, ഈ മണ്ഡലത്തിന് പ്രത്യേകതയുണ്ട്. അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നതായാലും VS അച്യുതാനന്ദനും വന്നിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവായിട്ട് ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി രണ്ട് മുഖ്യമന്ത്രിമാരെയും 2 പ്രതിപക്ഷ നേതാവിനെ സംഭാവന ചെയ്ത മണ്ഡലം കൂടിയാണ് മലമ്പുഴ. മലമ്പുഴയുടെ ചരിത്രം തന്നെ ഇതാണ്. പിന്നെ CPMന്റെ തലവട്ട നേതാക്കന്മാരെല്ലാം മത്സരിച്ച് ജയിച്ചൊരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിലേക്കാണ് 2020 നമുക്കറിയാം, 2021 പിന്നെ VS മത്സരിക്കാനെത്തുമ്പം മാരാരിക്കുളത്തെ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് VS 2001 മലമ്പുഴയിൽ മത്സരിക്കാനെത്തുന്നത്. ആ പാർട്ടികളുടെ വിഭാഗീയ പ്രശ്നങ്ങൾ വന്നിട്ട് അന്ന് വെറും 4000 സംതിങ് വോട്ട്, 4000 ചെറിയൊരു വോട്ടിനാണ് സതീശൻ പാച്ചേനിയെ കോൺഗ്രസ് നേതാവ് കണ്ണൂരിലെ സതീശൻ പാച്ചേനിയെ VS തോൽപ്പിക്കുന്നത്. വെറും 4013 നമ്പർ കറക്റ്റ് ഓർമ്മയില്ല, എന്നാൽ 4000 പരം വോട്ടുകൾക്ക് മാത്രമാണ് തോൽപ്പിച്ചത്. അതിനുശേഷം 2006 എത്തുമ്പോഴേക്കും അത് 20,000 VS വർദ്ധിപ്പിച്ചു. രണ്ടാമത്തെ തവണ മണ്ഡലം മത്സരിക്കുമ്പോൾ അതും പാച്ചേനിയെ തന്നെ തോൽപ്പിച്ചത്. പിന്നെ അത് 23,000 24,000 എത്തി, പിന്നെ 27,000 എത്തി. അതായത് 2016 മത്സരിച്ചപ്പോൾ 27,000 ഭൂരിപക്ഷമാണ് എത്തി. 4,000 20, 23, 27 അങ്ങനെ വർദ്ധിപ്പിക്കുകയായിരുന്നു VS. അതിനുശേഷം 2011 16 VSന്റെ നേളായിട്ട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പ്രഭാകരൻ 21 മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് 25,000 വോട്ടിൽ ലീഡ് കിട്ടിയിട്ടുണ്ട്. ആ പാർട്ടി കോട്ടയിൽ അതാണ്. അപ്പോൾ VSന്റെ തന്നെ ഒരു പിൻഗാമിയായിട്ട് തന്നെയാണ് VSന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ ഒപ്പം ഉണ്ടായിരുന്ന പ്രഭാകരൻ മത്സരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ 2021 ആദ്യ ടൈം പൂർത്തിയാക്കുന്നേ ഉള്ളൂ. രണ്ടാം ടൈമിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ യാതൊരു പ്രശ്നമില്ല. അങ്ങനെ അദ്ദേഹം മത്സരിച്ചാൽ ഈ പറഞ്ഞ സുരേഷിനെതിരെ മികച്ചൊരു കാൻഡിഡേറ്റാണ്. CPMന് മറിച്ച് ആലോചന വേണ്ട. പക്ഷേ ഈ പറഞ്ഞ VS ബിഹാരത്തെ പിന്നെ ആളിക്കെത്തിക്കണമെങ്കിൽ വേണമെങ്കിൽ മകനെ കൊണ്ടുവന്നേ ഉള്ളൂ. പക്ഷേ പാർട്ടിപരമായ വോട്ടുകൾക്ക് അതിന് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. മറിച്ച് BJPയിലേക്ക് കൃഷി പറഞ്ഞ BJPയിലേക്ക് വരുമ്പം അവിടെ C കൃഷ്ണകുമാറാണ് കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്തെത്തിയത്. അത് കോൺഗ്രസിന്റെ കോൺഗ്രസ് 2ാം സ്ഥാനത്തുണ്ടായിരുന്ന മണ്ഡലത്തിൽ, അതായത് പിന്നെ ലതിക സുഭാഷ് മത്സരിച്ചിട്ടുണ്ട്. പാച്ചേനി ഞാൻ പറഞ്ഞില്ല, പാച്ചേനി 4,000 വോട്ടും തോറ്റ മണ്ഡലമാണ്. അവിടത്തേക്ക് കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കൃഷ്ണകുമാർ പിന്നെ 26-30% വോട്ട് പിടിച്ചിട്ടാണ് അദ്ദേഹം എത്തുന്നത്. അതായത് പാർട്ടി കോട്ടയിലേക്ക്, ഈ CPMന്റെ കോട്ടയിലേക്ക് 2ാം സ്ഥാനത്ത് എത്തുന്നുണ്ട്. ഇപ്പോൾ ഈ സുരേഷ് മത്സരിക്കുകയാണെങ്കിൽ നിഷ്പക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ ഇടത് വോട്ടുകൾ തന്നെ ഇപ്പോൾ CPM ലഭിക്കുന്ന വോട്ടുകൾ തന്നെ സ്പ്ലിറ്റായി പോവുകയാണെങ്കിൽ അവിടെ BJPക്ക് ഒരു ചാൻസ് ചിലപ്പോൾ ലഭിച്ചേക്കാം. കാരണം ഈ ഇപ്പോൾ കോൺഗ്രസിന്റെ വോട്ടുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന പറയുമ്പോൾ CPMന്റെ വോട്ടുകൾ കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോയാൽ BJPക്ക് സാധ്യത ലഭിക്കുമെന്ന് പറയില്ല. അതിനും കൂടി മുൻകൂട്ടി കണ്ടു ആയിരിക്കും ഈ സ്ഥാനാർത്ഥികളെല്ലാം വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ വോട്ടുകൾ മാറിപ്പോകുമോ എന്നുള്ളൊരു ചർച്ച വരുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ BJPയുടെ വോട്ടിംഗ് ശതമാനം കൂടിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ടിൽ ചോർച്ചയുണ്ടായി എന്നൊരു വലിയ ചർച്ചയുണ്ടായി. പക്ഷെ അതേ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനൊരു വിശദീകരണം നൽകിയിരുന്നു. ഇടതുപക്ഷ വോട്ടുകൾ വലിയ കാര്യമായ രീതിയിൽ ചോർന്നിട്ടില്ല, UDFന്റെ വോട്ടുകളാണ് ഇപ്പോൾ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുന്നത്, സംസ്ഥാനമ്പാടായിട്ട്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ എനിക്ക് തോന്നുന്നു പാർട്ടി വോട്ടുകൾ പാർട്ടിക്ക് തന്നെ ആണ്, വോട്ടുകൾ എന്തായാലും പോയില്ല. പക്ഷെ അനുഭാവികളുടെ വോട്ടിലാണ് ഈ ചാഞ്ചാട്ടം വരുന്നത്. അപ്പൊ നമ്മൾ അരുൺകുമാർ വരുന്ന ഒരു സമയത്ത് അത് നിഷ്പക്ഷരുടെ വോട്ടിനെ അതിൽ 2 ഘടകമുണ്ട്. ഈ അരുൺകുമാറിനോട് പറയുമ്പോൾ അരുൺകുമാറിനോടായിരിക്കുമോ അല്ല സുരേഷിനോടായിരിക്കും ഈ VS പക്ഷക്കാരുടെ താല്പര്യം. VSനൊപ്പം നടന്നിട്ടുള്ള സുരേഷിനെ ആയിരിക്കും ആളുകൾക്ക് മറ്റേത് VSന്റെ മകൻ മാത്രമേ ഉള്ളൂ. ഇയാൾ രാഷ്ട്രീയ പ്രവർത്തനമായിരുന്ന ഒരു വ്യക്തി, ഇപ്പൊ CPM അംഗമായിരുന്ന ഒരു വ്യക്തി അങ്ങനെ വരുന്നുണ്ടല്ലോ. ഇയാൾ CPM ആയിരുന്നു, പാർട്ടിയായിരുന്നു, VSന്റെ നേളായിരുന്നു. പക്ഷെ മറുഭാഗത്ത് വരുന്ന വാദം ഇയാളെ നമ്മൾ പാർട്ടി നിയോഗിച്ചാണ്, VSനെ സഹായിക്കാൻ വേണ്ടി നിയോഗിച്ചാണ്, അതിന് ശമ്പളവും പറ്റിയിട്ടുണ്ട്, അല്ലാതെ മറ്റൊന്നുമില്ല. അതാണ് CPM പറയുന്നത്. ഈ പറഞ്ഞ പോലെ സുരേഷും അരുൺകുമാറും വരുമ്പോൾ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നതിന് സംശയം ഉണ്ടായേക്കാം, സംശയമൊന്നുമില്ല. അതിലപ്പം നമ്മൾ പറയണ ഈ വോട്ടുകൾ UDFന് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പൊ BJPയിലേക്ക് പോകുന്ന കോൺഗ്രസ് വോട്ടുകളെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സുരേഷ് എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് സാധിക്കും. അപ്പം അതിനകത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരും, ഇതിനകത്ത് സ്ഥാനാർത്ഥികൾ എത്രത്തോളം പ്രബലരാണ് എന്നതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കാം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ മലമ്പുഴ. ഇല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് സംഭവിക്കാം, 3 ശക്തമായ ത്രികോണ മത്സരമായിരിക്കും, ആർക്കും സാധ്യത തെളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് പക്ഷേ മണ്ഡലത്തിലേക്ക് ഒരു സൂക്ഷ്മമായി നോക്കിയാൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നോക്കിക്കഴിഞ്ഞാൽ CPMന് വലിയ ആശങ്കയൊന്നുമില്ല. കാരണം പാലക്കാട് മണ്ഡലത്തിൽ പിന്നെ VK ശ്രീകണ്ഠൻ പിന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സമയത്ത് 6,502 വോട്ടിന്റെ ഭൂരിപക്ഷം പിന്നെ മലമ്പുഴയിൽ CPMന് ഉണ്ടായിരുന്നു, ഇടത് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിരുന്നു. അതായത് ആ ശക്തമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു തരംഗത്തിലും CPMനൊപ്പം നിന്ന മണ്ഡലമാണ് മലമ്പുഴ. അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പം ഈ നമുക്കറിയാം സംസ്ഥാനമെമ്പാട് UDF വലിയൊരു ആധിപത്യം ഉണ്ടായിരുന്ന തെരഞ്ഞെടുപ്പാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ പോലും മലമ്പുഴയിൽ 21,000 പരം വോട്ടുകളുടെ ഭൂരിപക്ഷം LDFനുണ്ട് പഞ്ചായത്തുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ. അതായത് 25,000 പ്രഭാകരൻ അന്ന് ലഭിച്ച മണ്ഡലത്തിൽ ഇപ്പോൾ 20,000 ഭൂരിപക്ഷം LDFനൊപ്പം ഉണ്ട്. ഈ വലത് തരംഗം UDF തരംഗം എന്ന് പറയുന്ന സാഹചര്യത്തിലും അങ്ങനെ വരുന്ന നോക്കുമ്പോൾ വലിയൊരു ആശങ്കയൊന്നും ഉണ്ടാവില്ല. അവിടുത്തെ നമുക്ക് ഈ മണ്ഡലങ്ങളെ കണക്ക് നോക്കിയാൽ UDFന് ആകെ മരുതറോഡ് എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് മാത്രമേ ഭരിക്കുന്നുള്ളൂ. LDF മലമ്പുഴ, ഏലപ്പള്ളി, കൊടുമ്പ്, മുണ്ടൂർ, പുതുശ്ശേരി, പുതുപ്പരിയാരം എന്നീ പഞ്ചായത്തുകളെല്ലാം LDFനൊപ്പമാണ്. BJPക്കൊപ്പം ഉള്ളത് അകത്തെ തറ എന്നുള്ളൊരു പഞ്ചായത്തുണ്ട്. അത് BJP അവിടെ ഭരണം പിടിച്ചാണ്. ആ ഒരു
മനസ്സിലാവേണ്ടി BJP ഫാക്ട് അവിടെ ഈ വോട്ട് കൂടി വരുന്ന ഏറ്റവും വലിയ അകത്തേത്തറ പഞ്ചായത്തിൽ. ആ പഞ്ചായത്തിലേക്ക് BJP ഭരണം പിടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറിയ BJPക്ക് അവിടെ സാധ്യതയുണ്ട്. 3 മുന്നണിക്ക്. നമുക്ക് മറ്റു BJP ഡേ ക്ലാസ് മണ്ഡലങ്ങൾ പറയുമ്പോൾ നമ്മൾ കുറേ മണ്ഡലങ്ങൾ പറയാറുണ്ട്. വട്ടിയൂർക്കാവായാലും നേമായാലും അങ്ങനെ പല മണ്ഡലം, തൃശ്ശൂർ, നമ്മൾ മണ്ഡലങ്ങൾ കണക്കുണ്ട്, മഞ്ചേശ്വരം പറഞ്ഞ പോലെ. പക്ഷെ മലമ്പുഴ അങ്ങനെ അധികാരം പറഞ്ഞു കേൾക്കാറില്ല. പക്ഷെ അവിടെ BJPക്ക് നല്ല സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. BJPക്ക് ഇപ്പോൾ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ സുരേഷ് വരുമ്പോൾ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ LDF സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയുന്നത് വരെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അതെന്തോന്നാലും ഉണ്ടാവും ഉറപ്പാണ്. ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു അട്ടിമറിക്ക് സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാനാർത്ഥികൾ ആര് എന്നതിന് ചിത്രം തെളിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പൊ ഏകദേശം ഇപ്പൊ പറഞ്ഞാൽ അരുൺകുമാർ ഇല്ല എങ്കിൽ സുരേഷ് UDF സ്ഥാനാർത്ഥി, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവും. കൃഷ്ണകുമാർ തന്നെ ആവാൻ BJP സ്ഥാനാർത്ഥി. ഇപ്പം പ്രഭാകരനാണെങ്കിൽ തന്നെ അട്ടിമറിയിലേക്ക് എത്തുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞല്ലോ UDFന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തരംഗം വരുമ്പോൾ 20,000 പരം വോട്ടിന് ഭൂരിപക്ഷം LDF ലഭിക്കുന്നുണ്ടെങ്കിൽ അതാ ട്രെൻഡ് അവിടെ LDFന് അനുകൂലമായ ട്രെൻഡ് വേണ്ട. പിന്നെ ഏറ്റവും വലിയ കാര്യം പിന്നെ നമ്മൾ പാലക്കാട് പിന്നെ ഇത് വ്യവസായ ഇടനാഴി വരാൻ പോകുന്ന ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മണ്ഡലമാണ് വ്യവസായ ഇടനാഴിയുടെ മലമ്പുഴ മണ്ഡലം. അവിടെ ഒരു വികസനത്തിന് ഒരു വലിയൊരു പൂക്കാലം വരുന്ന ഒരു പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്. ആ മണ്ഡലത്തിന് ഇത് എനിക്കൊരു തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അതൊക്കെ ചർച്ചയായിട്ടുണ്ടാവാം. അപ്പം ആ ഒരു സ്ഥാനം വരുമ്പം അവിടെ വലിയൊരു ആശങ്ക CPM സംബന്ധിച്ച് ഉണ്ടാവില്ല. പക്ഷേ സുരേഷ് എന്നൊരു മുഖം അത് VSന്റെ ഒരു പരിചിതമായിട്ട് ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ അതിനെ തടയേണ്ട ആവശ്യമുണ്ടാവും. അതിന് അരുൺകുമാർ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നില്ല. പക്ഷേ CPMന്റെ പാർട്ടി കോട്ടയാണ്. ഈ പറഞ്ഞ 67 ശേഷം ഇതുവരെ CPM അല്ലാതെ ഒരു മറ്റൊരു സ്ഥാനാർത്ഥി ജയിക്കാത്തൊരു മണ്ഡലമാണ്. ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. VS അച്യുതാനന്ദൻ, EK നായർ, ശിവദാസൻ അങ്ങനെ പറഞ്ഞ ഒരുപാട് നേതാക്കളുടെ മണ്ഡലമാണ്. തലയെടുപ്പുള്ള CPM നേതാക്കൾ ജയിച്ചു വന്ന മണ്ഡലമാണ്. അത് അഭിമാന പോരാട്ടമാണ്. ഈ പറഞ്ഞ പോലെ സുരേഷ് പോലെ ഒരാൾ വന്ന് പിടിച്ചെടുത്താൽ അത് പാർട്ടിക്കുള്ളിൽ ഇപ്പം പറഞ്ഞ പാർട്ടികളെ മൂലിച്ചുതി എന്നൊക്കെ പറയുന്നുള്ള CPMനുള്ളിൽ അതൊക്കെ അതിനൊക്കെ ശക്തമായൊരു വാദം പകർന്ന് ഇതായി മാറും. അതുകൊണ്ട് തന്നെ അഭിമാന പോരാട്ടമായിട്ട് കൊണ്ടു നടക്കും. അട്ടിമറിയിലേക്ക് നമുക്കിപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. എങ്കിൽ കൂടി ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നു അട്ടിമറിക്ക് സാധ്യത ഉണ്ടോ ചോദിക്കുമ്പോൾ ഒരു പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഭരണത്തിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. മീഡിയാസ് ഒക്കെ ആ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10 വർഷം പിണറായി സർക്കാർ ഭരിക്കുന്നു. അപ്പം ഒരു മാറ്റം ഇനി ആവശ്യമാണ്. കോൺഗ്രസിനും അതൊരു ആവശ്യമാണ്. നിലനിന്ന് പോകണമെങ്കിൽ അധികാരം ആവശ്യമാണ് അവർക്ക്. ഈ ഒരു സമയത്ത് ഒരു അട്ടിമറി സാധ്യത ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിനെയും കൂടി അടിസ്ഥാനപ്പെടുത്തി വോട്ടിനൊരു സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോഴേ അവിടെയാണ് ഈ പറഞ്ഞ ഈ വ്യവസായ ഇടനാഴിയുടെ വികസനത്തിന്റെ കാര്യങ്ങൾ. ഈ മണ്ഡലത്തിൽ ഇപ്പൊ നമുക്ക് തൽക്കാലം അത് ബാധിച്ചില്ലാതെ വേണം. ഭരണവിരുദ്ധ വികാരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചതാണ് UDF പറയുന്നത്. പക്ഷെ ആ സമയത്തും മലമ്പുഴ 2 പ്രാവശ്യം 2 തെരഞ്ഞെടുപ്പിലും LDFനൊപ്പമായിരുന്നു. ഈ 2 വികാരം അവിടെ ഏച്ചിട്ടില്ലാതുകൊണ്ട് പറയാൻ. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അത് അങ്ങനെ തന്നെ തുടർന്നുള്ള സംശയമില്ല. ആ വികാരം അവിടെ ഏച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ വികസനത്തിന്റെ കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് ഇത് പിന്നെ ഒരു നിലനിൽപ്പിന്റെ പോരാട്ടം തന്നെയാണ്. ഈ പറയുന്ന പോലെ വലിയൊരു 20-22 സീറ്റ് മാത്രം ഉണ്ടാകുന്ന ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ 30 താഴെ മാത്രം മണ്ഡലമുള്ള പാർട്ടിക്ക് ഭരണം പിടിക്കണമെങ്കിൽ വലിയ ഇത് വേണം. അപ്പം മലമ്പുഴ പോലത്തെ മണ്ഡലം പിടിക്കണമെങ്കിൽ സുരേഷിനെ പോലെ തന്നെ മുഖങ്ങൾ വരേണ്ടി വരും. അത് പറഞ്ഞ വേറെ ഇതിൽ പറഞ്ഞാണ്. ഇപ്പം പിന്നെ CPM പക്ഷക്കാരനായ VS പക്ഷക്കാരനായ സുരേഷിനെയും പിണറായി പക്ഷക്കാരനായ PK ശശിനെയും ഉൾക്കൊള്ളാൻ വരുന്ന രീതിയിലേക്ക് UDF മാറിയിട്ടുണ്ട്. രണ്ടുപേരും പുസ്തീകരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ UDFന് സാധ്യതയുള്ളൂ. അപ്പോൾ UDF എന്തായാലും 19ാമത്തെ അടവെടുത്തിലാണ് മത്സരിക്കുന്നത്. പക്ഷെ അതിനെ തടയിടാൻ വേണ്ടി മലമ്പുഴയിൽ വലിയ ആശങ്കയിലാണ് CPMന് പോകാൻ വേണ്ടി പറ്റിയേക്കും. ബാക്കിയുള്ള ജനങ്ങളുടെ കയ്യിലാണ്, അവരുടെ മനസ്സിലാണ്. ആ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം VS അച്യുതാനന്ദന്റെ മകൻ VS അരുൺകുമാർ മത്സരിക്കുമ്പോൾ മണ്ഡലത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാവുക? അതൊരു വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമോ എന്നുള്ളതാണ്. രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. VS അച്യുതാനന്ദന്റെ മകൻ എന്ന ലേബലിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പക്ഷേ മക്കൾ രാഷ്ട്രീയത്തോട് ഇടതുപക്ഷം എത്രത്തോളം ശക്തമായി പ്രതികരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ എത്രത്തോളം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് ഒരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കണം. പക്ഷെ അതോടൊപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ക്രൗഡ് പുള്ളർ ആണോ എന്നുള്ളതാണ്. കാരണം സമകാലിക വിഷയങ്ങളിലൊക്കെ എത്രത്തോളം ഇടപെടുന്നുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നും അരുൺകുമാർ ഒട്ടും പിന്നിലല്ല. ഈ പറഞ്ഞ സമകാലിക വിഷയങ്ങൾ പ്രതികരിക്കാൻ ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാം. നമുക്ക് VSന് പുരസ്കാരം ലഭിച്ചപ്പം അതിനെതിരെ പാർട്ടി പറയുന്നതിന് മുന്നേ തന്നെ നിലപാട് വ്യക്തമാക്കാനും പാർട്ടിക്കൊപ്പം നിൽക്കാനൊക്കെ അരുൺകുമാർ തയ്യാറായിട്ടുണ്ട്. അരുൺകുമാർ എല്ലാ കാലത്തും രാഷ്ട്രീയ നിലപാട് പറയുന്നതാണ്. തന്റെ സ്പേസിൽ സോഷ്യൽ മീഡിയയിലും മറ്റേലും പാർട്ടി നിലപാടുകൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിലൊന്നും യാതൊരു സംശയമില്ല. പാർട്ടി നിലപാട് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ക്രൗഡ് പുള്ളർ എന്ന് പറയുമ്പോൾ പക്ഷെ അതിൽ വേറെ കിടക്കുന്നുണ്ട്. VSന്റെ മകൻ എന്നതിൻ്റെ അപ്പുറത്തെ ഒരു ക്രൗഡ് പുള്ളറിന്റെ ആവശ്യം അവിടെ മലമ്പുഴയ്ക്ക് ഉണ്ടാവില്ല. പക്ഷെ പാർട്ടി ലൈനിൽ അത് എത്രത്തോളം ആവശ്യമാണ്, അതിന്റെ ആവശ്യമുണ്ടോ അതിൽ രണ്ടാമത്തെ ചോദ്യമാണ്. പക്ഷെ ഇത് പറഞ്ഞ പോലെ ഇയാൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് മത്സരിക്കുന്ന ഉറപ്പില്ലല്ലോ. അരുൺകുമാർ പറഞ്ഞാൽ സുരേഷ് പിൻവലിച്ചേക്കും. അങ്ങനെയാണെങ്കിൽ മുൻപ് മത്സരിച്ചവരോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളെ കോൺഗ്രസ് കളത്തിലിറക്കേണ്ടി വരും. അങ്ങനെ ഒന്നും വലിയ സാധ്യതയില്ലാണ്ട് തന്നെ കോൺഗ്രസ് അവിടെ തന്നെ അസ്തമിക്കും. അതുകൊണ്ട് ഇപ്പം സുരേഷിനെതിരെ വേണമെങ്കിൽ VSന്റെ ഭരണത്തിന് കൊണ്ടുവരാനാണ് ഏറ്റവും നല്ല വഴിയെന്ന് എനിക്കും തോന്നുന്നത്.